ഇന്ന് നമുക്ക് ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വധ കൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യയദൂനദൂധുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. താവത്വന്മനസൈവ നാരദമുനിഃ. താവത് ത്വൻ മനസ്സ ഏവ. ഇങ്ങനെ ഇത്രയും വാക്കുകൾ ചേരുന്നതാണ് താവത്വന്മനസൈവ. താവത് ആ ഇടയ്ക്ക് നോക്കൂ, ഭഗവാന്റെ ഇംഗിതങ്ങളൊക്കെ നടപ്പാക്കുന്നതിൽ നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട്. നാരദ മഹർഷിക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഹിരണ്യാക്ഷവധത്തിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. ഇവിടെയും ഭഗവാന്റെ ആ ഒരു നിശ്ചയം നടപ്പിലാക്കുവാനായിട്ട് നാരദ മഹർഷി വരികയാണ്. ആദ്യത്തെ കുഞ്ഞിനെ കീർത്തിമാൻ എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. ദേവകീദേവിയും വസുദേവരുടെയും ആദ്യത്തെ കുഞ്ഞിനെ വസുദേവർ കൊണ്ട് കൊടുത്തു, പക്ഷെ കൊല്ലാതെ തിരിച്ചു കൊടുത്തു വിട്ടു. ആ സമയത്ത് അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുത്തു വിട്ട് ആ ഇടയ്ക്ക് ത്വൻ മനസ്സ ഏവ, അവിടുത്തെ ഒരു അന്തർഗതമനുസരിച്ച്, അവിടുത്തെ ഒരു നിശ്ചയമനുസരിച്ച് നാരദമുനി, ആ നാരദ മഹർഷി പ്രോചേ സ ഭോജേശ്വരം, ഭോജേശ്വരം ഭോജരാജാവായിട്ടുള്ള ആ കംസനോട് പ്രോചേ ഇപ്രകാരം വന്ന് പറഞ്ഞു. യൂയം നന്വസുരാസുരാശ്ചയതവോ. യൂയം അതായത് നിങ്ങളൊക്കെ നന്വസുരാസുരാശ്ച, നനു അസുര സുര ച, ഇങ്ങനെ കുറച്ചധികം വാക്കുകളുണ്ട് അവിടെ. നിങ്ങളൊക്കെ, നനു എന്ന് പറഞ്ഞാൽ ആണല്ലോ എന്താ, അസുരന്മാരും അസുര രാജവംശന്മാരും അതുപോലെ സുരാശ്ച യദവോ, യാദവ രാജാക്കന്മാരും ഒക്കെ ആണല്ലോ. ഇവിടെ പരോക്ഷമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഈ യാദവ വംശത്തിൽ പിറന്നവരൊക്കെ സുരാശ്ച, ദേവന്മാരാണ് അവിടെ വന്ന് പിറന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു പൂർവ്വ വൈരാഗ്യം നിങ്ങൾ തമ്മിൽ ഉള്ളതാണ്. അസുരന്മാരും ദേവന്മാരും തമ്മിൽ ഉള്ളതാണ്. ഇവിടെയാകട്ടെ ഈ യാദവകുലത്തിലാണ്, യാദവ വംശ രാജാവാണ് ശൂരസേനന്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയാതെ പറയുകയാണ്, നിങ്ങളൊക്കെ അസുരന്മാരും സുരന്മാരും ദേവന്മാരും അസുരന്മാരുമൊക്കെ ആണല്ലോ. അതുകൊണ്ട് യദവോ ജാനാസി കിം ന പ്രഭോ, അങ്ങേക്കിതൊക്കെ അറിയാവുന്നതല്ലേ? ജാനാസി കിം ന ജാനാസി, അല്ലയോ രാജാവേ അങ്ങേക്കിതൊക്കെ അറിയാവുന്നതല്ലേ? മായാവി സ ഹരിർഭവദ്വധ കൃതേ. മായാവി, ആ മായാവിയായിട്ടുള്ള ഭഗവാൻ വിഷ്ണു, സ ഹരിർ, ആ ശ്രീഹരി ഭഗവാൻ, ഭവദ്വധ കൃതേ, അങ്ങയുടെ വധം നടപ്പിലാക്കുന്നതിനായിക്കൊണ്ട് ഭാവി സുരപ്രാർത്ഥനാദിത്യാകർണ്യ, ഭാവി എന്ന് പറഞ്ഞാൽ ഭവിക്കും, അവതരിക്കും എന്ന്, സുരപ്രാർത്ഥനാത്, ദേവന്മാർ ചെന്ന് അപേക്ഷിച്ചതുകൊണ്ട് ആ അപേക്ഷയെ മാനിച്ചുകൊണ്ട്, അല്ലയോ മഹാരാജാവേ, അല്ലയോ കംസ, അങ്ങയെ വധിക്കുന്നതിനായിട്ട് സാക്ഷാൽ മായാവിയായിട്ടുള്ള ആ മഹാവിഷ്ണു ഭഗവാൻ ഇവിടെ അവതരിക്കുമെന്ന് ഇതി ആകർണ്യ എന്ന് ഞാനൊന്ന് കേട്ടു. അതുകൊണ്ട് യദൂനദൂധുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. യദൂൻ അദൂധുനത്, ഇതെല്ലാം കേട്ടിട്ട് ആ കംസൻ എന്താ ചെയ്തത്? യദൂൻ എന്ന് പറഞ്ഞാൽ യാദവന്മാരെയെല്ലാം, അദൂധുനത്
അവരെ ഇട്ട് പരമാവധി കഷ്ടപ്പെടുത്തി അവരെ ഒന്ന് ഭയപ്പെടുത്തി നിർത്തുവാൻ തുടങ്ങി. അസൗ എന്ന് പറഞ്ഞാൽ ഈ കംസന് അവരെയൊക്കെ അങ്ങനെ ഇട്ടൊന്ന് ഭയപ്പെടുത്തുവാൻ വിറപ്പിക്കുവാൻ തുടങ്ങി. ശൗരേശ്ച സൂനൂനഹൻ, ശൗരേശ്ച ആ വസുദേവരുടെ സൂനൂനഹൻ, സൂനൂൻ അഹനാണ് സൂനൂനഹൻ. അന്ന് തന്നെ അതിനുശേഷം എന്തു ചെയ്തു? ആ തിരിച്ചു കൊടുത്തുവിട്ട കുട്ടിയെ തിരികെ വാങ്ങിക്കൊന്നു എന്ന് തന്നെയല്ല, പിന്നീട് ഉണ്ടാകുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, സൂനൂൻ എന്ന് പറഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ വസുദേവ പുത്രന്മാരെയും അഹൻ അന്നന്ന് തന്നെ കൊല്ലുകയും കൊന്നൊടുക്കുകയും ചെയ്തു. അവിടെ നാരദ മഹർഷി വന്ന് പറയുന്നുണ്ട്, 8ാമത്തെ പുത്രൻ എന്നാണല്ലോ പറഞ്ഞത്. അല്ലയോ കംസ, നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ മുൻപ് തന്നെ അസുരന്മാരും ദേവന്മാരും ഒക്കെ തമ്മിൽ വലിയ പ്രശ്നങ്ങളുള്ളതാണ്. നിങ്ങളെ തക്കം പാർത്തിരിക്കുകയാണ് നിങ്ങളെ ദ്രോഹിക്കുവാൻ ആ ദേവന്മാർ. ഇവിടെ ആകട്ടെ ഞാനൊന്ന് കേട്ടു, ഈ യാദവ കുലത്തിൽ വന്ന ദേവന്മാരാണ് വന്ന് പിറന്നിരിക്കുന്നതെന്ന്. എന്തിനു വേണ്ടി? ഇവിടെ ഭഗവാന്റെ ഒരു നിർദ്ദേശമനുസരിച്ചാണ് വന്ന് പിറന്നിരിക്കുന്നത്. ഈ ദേവന്മാരി എന്ന് ഭഗവാനോട് അപേക്ഷിച്ചു ഭൂമിദേവിയുടെ സങ്കടത്തെ തീർത്തു കൊടുക്കുവാൻ, നിങ്ങളെപ്പോലെയുള്ള അസുരന്മാരുടെ ഈ ഭാരത്തെ ഒന്ന് കുറച്ചു കൊടുക്കുവാൻ പറഞ്ഞതുകൊണ്ട് ഭഗവാൻ അവരോട് പറഞ്ഞതായിട്ട് ഞാനൊന്ന് കേട്ടു, ഭഗവാൻ ഇവിടെ ഈ യാദവ കുലത്തിൽ വന്ന് ജനിക്കുമെന്ന്. എന്തിനു വേണ്ടി? അങ്ങയുടെ വധം നടപ്പിലാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ട് അല്ലയോ കംസ, നിങ്ങൾക്ക് അങ്ങേക്കിത് അറിയാവുന്നതല്ലേ, നിങ്ങൾ തമ്മിലുള്ള പൂർവ്വ വൈരാഗ്യമൊക്കെ എന്നിങ്ങനെ ഒന്ന് കേട്ടതും കംസന് വല്ലാതെ കോപമായി. എന്നിട്ട് അന്നു മുതൽ ഈ യാദവ വംശത്തിലുള്ളവരെയൊക്കെയും പരമാവധി ദ്രോഹിക്കുവാൻ തുടങ്ങി. എന്ന് തന്നെയുമല്ല, ആ നന്ദഗോപർക്കും വസുദേവർക്കും പിറന്ന തിരിച്ചു കൊടുത്തുവിട്ട കുട്ടിയെയും പിന്നീട് ജനിച്ച കുട്ടികളെയും എല്ലാം അന്നന്ന് തന്നെ കൊല്ലുവാനും തുടങ്ങി. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താവത്വന്മനസൈവ നാരദമുനി പ്രോചേ സഭോജേശ്വരം യൂയം നന്വസുരാസുരാശ്ച യദവോ ജാനാസി കിം ന പ്രഭോ മായാവീ സഹരിർഭവദ്വധ കൃതേ ഭാവീസുരപ്രാർത്ഥനാദിത്യാകർണ്യയദൂനദൂധുനദസൗ ശൗരേശ്ച സൂനൂനഹൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നാരദമുനി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതുപോലെ നന്വ, സുരാസുരാശ്ചാണ്, നനു അസുരാസുരാശ്ചയാണ്, അതുകൊണ്ട് തന്നെ നന്വ അവിടെ അകാരം കൊടുത്ത് വായിക്കുക, നന്വസുരാസുരാശ്ച. പിന്നെ അടുത്ത ഹരിർഭവദ്വധകൃതേ, അവിടെ ഭവദ്വധകൃതേ, അത് ദ്വാന്ന് തന്നെ വായിക്കുന്നതാവും നല്ലത്. അടുത്ത പാദത്തിൽ സുരപ്രാർത്ഥനാദിത്യാകർണ്യ, അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നവർ അങ്ങനെ വായിക്കുക. ഇല്ലെങ്കിൽ സുരപ്രാർത്ഥനാത് എന്നെടുത്തിട്ട് താഴെ ഇത്യാകർണ്യ എന്ന് എടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് യദൂൻ അദൂധുനത് അസൗ, ഇങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത്. അത് ചേർത്ത് വായിച്ച് പഠിക്കേണ്ടതാണ്. ആദ്യം ഇച്ചിരി അല്പം കഷ്ടമായിട്ട് തോന്നാം ആ ഒരു വാക്ക് വായിക്കുവാൻ. യദൂനദൂധുനദസൗ, അത് നമ്മൾ വായിച്ച് വായിച്ച് മാത്രമേ അത് നമുക്ക് ശരിയായിട്ട് വായിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 1. 2 യദൂൻ അദൂധുനതാണ്, അതുകൊണ്ട് നായുടെ അകാരം ശ്രദ്ധിച്ച് വായിക്കുക, അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ അദൂധുനദസൗ, ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ തന്നെ സൂനൂൻ അഹനാണ്, സൂനൂനഹൻ, അവിടെ നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവരോഹിണീം ത്വമപി ഭോത്സച്ചിത് സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃസുരൈ
സ ത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സ ത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സ ത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ. പ്രാപ്തേ പ്രാപിച്ചപ്പോൾ എന്ത്? സപ്തമഗർഭതാം അഹിപതൗ. അവിടെ രണ്ട് വാക്കുകളുണ്ട്. സപ്തമഗർഭതാമഹിപതൗ. സപ്തമഗർഭതാം എന്ന് പറഞ്ഞാൽ സപ്തമം ഏഴാമത്തേത്. സപ്തമഗർഭതാം ഏഴാമത്തെ ഗർഭം ഉണ്ടായപ്പോൾ പ്രാപിച്ചപ്പോൾ അഹിപതൗ എന്ന് പറഞ്ഞാൽ ആ സർപ്പരാജൻ അഥവാ ആദിശേഷമൂർത്തിയാണ് ഇവിടെ ഏഴാമത്തെ ഗർഭത്തിൽ ദേവകീദേവിക്ക് പുത്രനായിട്ട് അവതരിക്കുന്നത്. അപ്പോൾ പറയാ, അങ്ങനെ അവതരിച്ചപ്പോൾ ത്വത്പ്രേരണാന്മായയ, അങ്ങയുടെ പ്രേരണ കൊണ്ട്, അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ആ മായാദേവി നീതേ മാധവ രോഹിണീം ത്വമഭിഭോത് സച്ചിത് സുഖൈകാത്മക. നീതേ മാധവ, അല്ലയോ ഭഗവാനെ, മാധവ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ പ്രേരണയനുസരിച്ച് ഈ മായാഭഗവതി എന്താ ചെയ്തത്? നീതേ രോഹിണിയും, ആ രോഹിണീ ദേവിയിലേക്ക് അത് എത്തിച്ചു കൊടുത്തു. അഥവാ ഇവിടെ ദേവകീദേവിയുടെ ഗർഭത്തിലുണ്ടായിരുന്ന ഈ ഉണ്ണിയെ വസുദേവരുടെ തന്നെ ഒരു പത്നിയായിട്ടുള്ള രോഹിണീ ദേവിയിൽ, ഇപ്പോൾ ആ രോഹിണീ ദേവി നന്ദഗോപരുടെ ഗൃഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്, ഗോകുലത്തിലാണുള്ളത്. ആ രോഹിണീ ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റുകയും ചെയ്തുവല്ലോ. അപ്പോൾ ഇവിടെ ദേവകീദേവിയുടെ ഏഴാമത്തെ ഗർഭം അലസിപ്പോയി എന്നൊരു വാർത്ത പരക്കുകയും ചെയ്തു. അപ്പോൾ പറയുകയാണ്, നീതേ മാധവ രോഹിണീം ത്വമഭിഭോ സച്ചിത് സുഖൈകാത്മക. ഭോ അല്ലയോ ഭഗവാനെ, സച്ചിത് സുഖൈകാത്മക, സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് ത്വമഭി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ദേവക്യാജഠരം വിവേശിത വിഭോ. ഇത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഏഴാമത്തെ ഗർഭത്തിലുള്ള അനന്തമൂർത്തിയെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം മായാഭഗവതി ദേവകീദേവിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണീ ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് സ്വയം ദേവക്യാജഠരം, ആ ദേവകീദേവിയുടെ ഉദരത്തിൽ പ്രവേശിച്ചുവല്ലോ. വിവേശിത എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചുവല്ലോ ഭഗവാനെ. വിഭോ അല്ലയോ ഭഗവാനെ, സംസ്തൂയമാനസുരൈ. ഇത് കണ്ടിട്ട് ദേവന്മാർക്കൊക്കെ അത്യാശ്ചര്യമായി. ഒരു മനുഷ്യ സ്ത്രീയിൽ ഇതാ ഭഗവാൻ വന്ന് ഗർഭത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, ഭഗവാൻ പറഞ്ഞ വാക്കിനെ ഇതാ പാലിക്കുവാൻ പോകുന്നു. എത്ര കാരുണ്യമൂർത്തിയാണ് ഭഗവാൻ. അതുകൊണ്ട് അത് കണ്ടിട്ട് സംസ്തൂയമാനഹ സുരൈ, സുരൈ എന്നാൽ ദേവന്മാർ, സംസ്തൂയമാനഹ നന്നായി സ്തുതിച്ചു ആ ഭഗവാനെ. അങ്ങനെയുള്ള ഭഗവാനെ, സ ത്വം അല്ലയോ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാനെ കൃഷ്ണ വിധൂയ രോഗപടലീം, എൻ്റെ ഈ രോഗസമൂഹങ്ങളെ എല്ലാം ഒന്ന് മാറ്റിത്തരേണമേ. എന്നിട്ട് ഭക്തിം പരാം ദേഹിമേ, ഭക്തിം പരാം, ആ ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തിയെ ദേഹിമേ എനിക്ക് തന്നാലും, എനിക്ക് തന്ന അവിടുന്ന് അനുഗ്രഹിക്കണമേ ഭഗവാനെ. ഇവിടെ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതിന് നാരദ മഹർഷിയാണ് ഹേതുവായത്. അത് എന്തിനു വേണ്ടി കൊന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ആ കംസനിലെ ആ ഒരു തമോ ഗുണത്തെ, ആ ദുഷ്ടതയെ മുഴുവൻ പുറത്തു കൊണ്ടുവരികയാണ്. എന്നാലേ ഭൂമിദേവിയുടെ ഭാരം തീർക്കുവാൻ കഴിയൂ. കാരണം ആ ഉള്ളിലുള്ള വാസനകളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് അതിനെയും കൂടി ഇല്ലാതാക്കിയിട്ട് ഇവിടെ നിന്നും പറഞ്ഞു വിടേണ്ടതുണ്ട്. അതായത് ഭഗവാന്റെ കയ്യാൽ നിഗ്രഹിച്ച്, നമുക്കറിയാം വിജയന്മാരുടെ, ഭഗവാന്റെ പാർഷദന്മാരായിരുന്ന ജയവിജയന്മാരുടെ അവതാരമാണ് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ
ശിശുപാലൻ്റെയും ദന്തവക്ത്രൻ്റെയും ഒക്കെ അടുത്തേക്ക്, മൂന്നാമത്തെ അവതാരമായിട്ടുള്ള ദന്തവക്ത്രൻ്റെയും ശിശുപാലൻ്റെയൊക്കെ അടുത്തേക്ക് എത്തണമെങ്കിൽ അതിനു മുൻപ് ഇവിടെ ഈ കംസൻ്റെ ഭാരം തീർക്കേണ്ടതുണ്ട്. അപ്പോൾ കംസനെ ആദ്യം ഇല്ലാതെയാക്കണം. വലിയ ദുഷ്ടൻ കംസനാണ്, അതിനുശേഷം വേണം ചെറിയ ചെറിയ ദുഷ്ടന്മാരിലേക്ക് എത്തുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ കംസൻ്റെ ഭാരം തീർക്കണമെങ്കിൽ കംസനിലെ മുഴുവൻ വാസനകളെയും പുറത്തു കൊണ്ടുവരണം. അങ്ങനെ ആ മുഴുവൻ വാസനകളെയും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരോ കുഞ്ഞുങ്ങളെ ദുഷ്ടതയുടെ, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ദുഷ്ടതയുടെ അങ്ങേ അറ്റമാണ് പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കല്ലിലടിച്ച് കൊല്ലുക എന്ന് പറയുന്നത്. അത് നടത്തിച്ച് ആ വാസനകളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഇല്ലാതെയാക്കണം. ഭഗവാന്റെ കൈകൊണ്ട് തന്നെ അത് നടക്കുകയും ചെയ്യും പിന്നീടൊരു കാലം. അപ്പോൾ അത് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരം എടുത്തത്. ഇല്ലെങ്കിൽ ഈ വാസനകൾ വീണ്ടും ബാക്കി വന്നിട്ട് അടുത്ത ജന്മത്തിലേക്ക് കംസൻ പോകും. അപ്പോൾ ഭൂമിദേവിയുടെ ഭാരം കുറയുകയില്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഒരു കളി കളിച്ചതാണ്. നാരദ മഹർഷിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നത്. അവിടെയും നാരദ മഹർഷി വന്ന് കംസനോട് പറയുന്നുണ്ട്, അല്ലയോ രാജാവേ, അങ്ങയെ ദേവകീദേവിയുടെ 8ാമത്തെ പുത്രനല്ലേ കൊല്ലുന്നത്? അങ്ങ് എങ്ങനെയാണ് 8 എന്നുള്ള കണക്കെടുക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്കാണോ, താഴെ നിന്ന് മുകളിലേക്കാണോ? അതായത് ആദ്യത്തെ കുട്ടി 1, 2 അങ്ങനെയുള്ള 8ാമത്തെ കുട്ടിയാണോ? ഇനി 8ാമത്തെ കുട്ടി പിറന്നതിന് ശേഷം 8 മുതൽ മുകളിലേക്കാണ് എണ്ണുന്നതെങ്കിൽ അപ്പോൾ ആദ്യത്തെ കുട്ടിയല്ലേ 8ാമത്തെ കുട്ടി? ഇനി ഇതുമല്ല, ഇവരെ ഒരു വട്ടത്തിൽ അങ്ങോട്ട് നിർത്തിയിട്ട് എണ്ണിയാൽ ഏതാവും 8ാമത്തെ കുട്ടി? ഇങ്ങനെ തുടങ്ങി പലതും പലതും പറഞ്ഞ് കംസനെ പ്രലോഭിപ്പിച്ചിട്ടാണ് ഈ ദുഷ്ടതകളെ മുഴുവൻ കംസനിൽ നിന്നും പുറത്തു കൊണ്ടുവരത്തക്ക വിധത്തിൽ നാരദ മഹർഷി ആ കംസനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. അങ്ങനെയാണ് കംസനെ കൊണ്ട് ഈ ഓരോ കുട്ടികളെ 6 കുട്ടികളെ ഇപ്പോൾ കൊന്നു കഴിഞ്ഞു. 7ാമത്തേതായി ദേവകീദേവിയുടെ ഗർഭത്തിൽ വന്നതായിരുന്നു അനന്തമൂർത്തി. ആ ഗർഭസ്ഥ ശിശുവിനെ, ആദിശേഷ മൂർത്തിയെ ഭഗവാന്റെ തന്നെ നിർദ്ദേശപ്രകാരം മായാഭഗവതി എന്നത് രോഹിണി ദേവിയുടെ ഗർഭത്തിലേക്ക് മാറ്റുന്നു. ഇനിയുമാണ് തൻ്റെ അവസരം. 8ാമത്തെ പുത്രനായിട്ട് തനിക്ക് അവതരിക്കേണ്ട സമയമായിരിക്കുന്നു. ഭഗവാൻ സ്വയം വന്ന് ദേവകീദേവിയുടെ ഗർഭത്തിലേക്ക് കയറി. ഇവിടെയും കംസനെ വല്ലാതെ ഒരു സംശയത്തിൽ നിർത്തുകയാണ്. കംസൻ ഇപ്പോൾ സംശയം, 7ാമത്തെ ഗർഭം ദേവകീദേവിയുടെ അലസിപ്പോയി എങ്കിൽ ഇനിയുള്ള ഗർഭത്തെ, അത് ഇനിയുള്ള ഉണ്ടാകാൻ പോകുന്ന ഈ കുഞ്ഞിനെ 7ാമത്തേതെന്ന് എടുക്കുമോ 8ാമത്തേതെന്ന് എടുക്കുമോ? കംസൻ ആകെ ഒരു മനോവിഭ്രാന്തി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഭഗവാന്റെ ജനനം തന്നെ. ഭഗവാൻ അങ്ങനെ ദേവകീദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. ഇത് കണ്ട് ദേവന്മാർക്കൊക്കെ അത്യധികം സന്തോഷമായിട്ട് അവർ നന്നായി ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എൻ്റെ ഈ രോഗസമൂഹങ്ങളെയൊക്കെ മാറ്റി തന്നിട്ട് എന്നിൽ പൂർണ്ണമായ ഭക്തി ഉളവാക്കി തരേണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് എല്ലാ ദശകങ്ങളുടെ ഒടുവിൽ നമുക്ക് കാണാം, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരയണമേ, എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്ന ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ആദ്യമായി എൻ്റെ ഉള്ളിൽ ഭക്തി നിറച്ചു തരയണമേ എന്ന് പറയുന്നത് ഈ 37ാമത്തെ ദശകത്തിൻ്റെ അവസാനമാണ്. അതായത് ഭഗവാൻ അവതാരം കൊള്ളുമ്പോൾ അവിടെ വരെ എത്തിയപ്പോൾ പിന്നെ എൻ്റെ രോഗങ്ങളെ തീർത്തു തരണേ എന്ന് പറയുമ്പോഴും ആദ്യമായി ഉള്ളിൽ വന്നു എനിക്ക് ഭഗവാനിൽ പൂർണ്ണമായ ഭക്തി ഉണ്ടാകണമേ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ദശകം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവസാനിപ്പിച്ചത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രാപ്തേ സപ്തമഗർഭതാമഹിപതൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവരോഹിണീം ത്വമഭിഭോത് സച്ചിത് സുഖൈകാത്മക ദേവക്യാജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസ്സുരൈ സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. സത്വം കൃഷ്ണവിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സപ്തമഗർഭതാം അഹിപതവുമാണ് ആദിശേഷമൂർത്തി എന്നുള്ള അർത്ഥം. അവിടെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത്
ഭോ സച്ചിത് സുഖൈകാത്മക. അത് ചേർത്ത് വായിക്കാൻ കഴിയുന്നവരങ്ങനെ വായിക്കുക. ഇല്ലെങ്കിൽ ഭോ അവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട് സച്ചിത് സുഖൈകാത്മക, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സംസ്തൂയമാനസുരൈ സ. അവിടം വരെ ചേർത്ത് വായിക്കാൻ പറ്റിയാൽ അവിടം വരെ വായിക്കാം. ഇല്ലെങ്കിൽ സുരൈ അവിടെ ഒരു വിസർഗം കൊടുത്ത് നിർത്തിയിട്ട് സ ത്വം എന്നാക്കുക. പിന്നെ അവിടെ കൂട്ടക്ഷരമല്ല. അവിടെയും ആ അവസാനത്തെ ഒരു പാദം സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹിമേ, അത് 3 പ്രാവശ്യം പാരായണം ചെയ്യേണ്ടതുണ്ട്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഭഗവാന്റെ കൃപ കൊണ്ട് അവതാര കാരണവും നമ്മളൊന്ന് അർത്ഥവിചാരം ചെയ്തു. ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഇനിയും സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കേണ്ട സമയമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.